സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. കേരളം ആകെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഗുരുതര സാമ്പത്തിക പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ധവളപത്രം കൂടുതൽ വ്യക്തമാക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാൻ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ് കടബാധ്യതയുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. മറ്റൊന്ന്, കിഫ്ബിക്ക് മാത്രം 21,000 കോടി വായ്പ ഉണ്ട് എന്നുള്ളതാണ്, വായ്പ ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചടവ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം കൂടുന്നു. സഞ്ചിത നഷ്ടം 78,851 കോടിയാണ് ഇത്തരത്തിലുള്ള നഷ്ടം. പ്രത്യേകിച്ച് KSRTC അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ഒക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെയാണ് പ്രധാന കാരണങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ സർക്കാർ ഏറ്റെടുത്ത കുടിശ്ശിക ബാധ്യത 48,733 കോടി രൂപയാണ് എന്നും ഇപ്പോൾ ഈ ഒരു ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇനി ചെലവ് ഘടനയിലെ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നാൽ വരുമാനത്തിൻ്റെ 77 മുതൽ 80% വരെ ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്ക് മാത്രം പോവുകയാണ്. അതായത് 100 രൂപ എന്ന് കണക്കാക്കിയാൽ അതിൽ 77 രൂപയും ഇത്തരം ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്ക് വേണ്ടി പോകുന്നു. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കാൻ പണമുണ്ടാകുന്നില്ല. അതാണ് ഈ ഒരു ധവളപത്രം എടുത്തു കാട്ടുന്ന മറ്റൊരു കാര്യം. കാപെക്സ് മൂലധന ചെലവ് നോക്കാം, ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നിലാണ് നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം SC, ST അതുപോലെ തന്നെ OBC ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പദ്ധതി വിഹിതം ഗണ്യമായി കുറഞ്ഞു എന്ന് കാട്ടുന്നു. ഒപ്പം അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു വിഭാഗങ്ങളെ അവഗണിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനയാണ് ഈ ഒരു കണക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. ഈ ട്രഷറി വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. 2019-2020 ട്രഷറി ബാലൻസ് 530 കോടി നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു കണക്ക് പറയുന്നത് 2016-17 1950 കോടി പോസിറ്റീവായിരുന്നു. അതാണ് ഇപ്പോൾ 530 കോടി നെഗറ്റീവായി മാറിയിരിക്കുന്നത് 2019-2020 എന്നുള്ളത് പറയുന്നു. 2024-25 12 മാസത്തിൽ 10 മാസവും ട്രഷറി നെഗറ്റീവ് ആയിരുന്നു. 2025 262 ദിവസം WMAയിലും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലും ആശ്രയിച്ചു എന്നുള്ളതാണ്. 2024-25 വർഷാവസാനം 2076 കോടി പോസിറ്റീവായി. അത് യഥാർത്ഥ മെച്ചമല്ല. മാർച്ചിൽ മാസത്തിൽ 12,744 കോടി വന്നിരിക്കുന്നു. അത് വാർഷിക വായ്പയുടെ 24%. അത് കാരണം ഒറ്റയടിക്ക് വായ്പ എടുത്തതിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. വാർഷിക വായ്പയുടെ 24% ഒറ്റയടിക്ക് വായ്പ എടുത്തു. അതാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നു. ഈ കിഫ്ബിയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ സംസ്ഥാന UDF സർക്കാർ നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ കിഫ്ബിയെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല എന്നുള്ളതാണ്. കടം തിരിച്ചടയ്ക്കൽ പൂർണ്ണമായും ഗവൺമെൻറ് സർക്കാർ ചെലവിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കിഫ്ബി സർക്കാരിനേക്കാൾ 1 മുതൽ 1.5% അധിക പലിശ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. കിഫ്ബി പദ്ധതി വിതരണത്തിൽ പ്രാദേശിക അസമത്വമുണ്ട്. അതായത് അവർ പറയുന്നത് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രം ആകെ തുകയുടെ 20% നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു അസമത്വവും ഈ കിഫ്ബി വായ്പയുടെ ഇനത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കിഫ്ബി കടങ്ങൾ ഇപ്പോൾ കേന്ദ്രം സംസ്ഥാന കടത്തിൽ ഉൾപ്പെടുത്തി ഇരിക്കുകയാണ്. അതായത് കടപരിധി കൂടുതൽ ഞെരുക്കത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ കടത്തിലേക്ക് ഈ കിഫ്ബി കടങ്ങൾ കൂടി കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ധവളപത്രത്തിൽ നൽകുന്ന ശുപാർശകൾ വളരെ പ്രധാനപ്പെട്ടത് നോക്കാം. സ്വകാര്യ നിക്ഷേപം, വ്യവസായം വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. ഒരു വികസന കാഴ്ചപ്പാടിൽ ഈ ധവളപത്രത്തിൻ്റെ ശുപാർശകൾ പോവുകയാണ്. ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണം. കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണം എന്നുള്ളത്. 1 വർഷം ഈ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലൂടെ, വർദ്ധിപ്പിക്കുന്നതിലൂടെ 6,000 കോടി രൂപ ലാഭിക്കാനാകും എന്നുള്ളൊരു കണക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.
ശമ്പള കമ്മീഷൻ കേന്ദ്രത്തെ പോലെ 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള പരിഷ്കരണവും ശമ്പള കമ്മീഷൻ തീരുമാനങ്ങൾ നടപ്പാക്കലുമൊക്കെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് പോലെ കേരളത്തിലുമാകണം 10 വർഷത്തിലൊരിക്കൽ മാത്രം അത് മതിയാകും എന്നുള്ള തരത്തിൽ ശുപാർശകൾ പോകുന്നു. പിന്നെ ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിലാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ സർക്കാർ കേന്ദ്രങ്ങളൊക്കെ കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്നു. പക്ഷെ അത് ഫോം ഓൺലൈനിലാക്കൽ മാത്രം പോരാ, നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 3 മാസത്തിനകം എല്ലാ വകുപ്പുകളും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം എന്ന് പറയുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാവില്ല. അത്തരത്തിൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരണം, സുതാര്യത കൊണ്ടുവരണം. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അതില്ല എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. എന്തായാലും വിമർശനവുമായി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നു. അവർ പറയുന്നത് ഈ കണക്കുകൾ കാപട്യമാണ്, അല്ലെങ്കിൽ യഥാർത്ഥ കണക്കുകളല്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാർ ധവളപത്രം പുറത്തിറക്കട്ടെ, അപ്പോൾ ഒരു ബദൽ ധവളപത്രം LDF പുറത്തിറക്കും, പ്രതിപക്ഷം പുറത്തിറക്കും എന്ന് പറഞ്ഞിരുന്നു. അതായത് കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധി മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ UDF സർക്കാർ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധത്തിന് പോകുമോ ഇക്കാര്യം ഉന്നയിച്ച് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ ഒരു ബദൽ ഇപ്പോൾ ധവളപത്രം ഇറക്കാൻ എന്തായാലും ശ്രമിക്കും. ഈ ഒരു ധവളപത്രം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന ശേഷമായിരിക്കും ധവളപത്രം ഇറക്കുക എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ സംസ്ഥാനം വലിയ കടക്കണിയിലാണ്, ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞ് UDF സർക്കാർ ധവളപത്രം പുറത്തിറക്കുമ്പോൾ ബദൽ ധവളപത്രവുമായി പ്രതിപക്ഷം എത്തും. ഇനി ഒരുപക്ഷെ കേരളം കാണാൻ പോകുന്നത് ഈ 2 ധവളപത്രങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും.